ഈ 2026 വിദേശ വിദ്യാഭ്യാസത്തിന് പോകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓബിയസ്ലി കഴിഞ്ഞ ഒരു വർഷം, 1.5 വർഷം, 2 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്തിനടുത്തിട്ട് കുറേ ജിയോ പൊളിറ്റിക്കൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കവിടെ അത് സ്റ്റാർട്ട് ചെയ്തത് UK-ലാണ്. ഈ സ്റ്റേ ബാക്കായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളും സ്പൗസ് വിസയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാനഡയിലും ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് ഇന്ത്യ കാനഡ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. കാനഡ US ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഈ 2 സംഭവങ്ങളാണ് പ്രധാനമായിട്ടും വിദേശ വിദ്യാഭ്യാസത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊരു ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചോദിച്ചാൽ ഇത് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് വിദേശ വിദ്യാഭ്യാസത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചെങ്കിൽ അവിടുത്തെ ഒരു നെറ്റ്വർക്കിംഗ്, ഗ്ലോബലായിട്ട് കണക്ഷൻസ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു വിദേശ ഒരു എക്സ്പീരിമെന്റ് അവർക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഇവിടുന്ന് ദുബായിലൊക്കെ പോയി പഠിച്ച കുട്ടികൾ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ ഇന്ത്യയിൽ മാത്രം പഠിച്ച് ഇന്ത്യയിൽ മാത്രം പെരുമാറുന്ന ആൾക്കാർ മാത്രമായിട്ടല്ല, ഇന്നത്തെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എല്ലാ തരത്തിലുള്ള ജോലികളും ഇന്റർനാഷണലി ഈ പറയുന്ന കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് എക്സ്പോഷർ കിട്ടാനായിട്ട് ഒരു പക്ഷേ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ തന്നെ അവർക്ക് വേണ്ടി വന്നേക്കും. അപ്പോൾ ഈ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് പുറത്തേക്ക് പോകുന്നത് വേണ്ടാന്ന് വെക്കുന്നത് ഒരു ടെമ്പററി ഫിനോമിനാണ്. അത് ബേസിക്കലി ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് റിക്വയർമെന്റ് കൂടി വരും. ഒരു കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം വളരെയധികം കുട്ടികൾ അബ്രോഡിൽ പോയിട്ട് അവിടെ ഒരു സർപ്ലസ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാക്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിയ കുട്ടികളെ കൊണ്ട് തന്നെ അവിടുത്തെ ജോബ് മാർക്കറ്റും ഫില്ലായി കഴിഞ്ഞപ്പോഴാണ് അവിടെ ബേസിക്കലി പറഞ്ഞാൽ പുതിയ വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ സ്റ്റുഡൻസിന് ഉണ്ടായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ, പ്രീവിയസ് ഇയർസിൽ ഉണ്ടായിരുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അത് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആകെ നമുക്ക് സ്വർണം വാരിയെടുക്കാം എന്നുള്ള ധാരണയിൽ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പം അതിൽ നമുക്ക് റൈറ്റ് ജോബ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 1 കോടി ശമ്പളം കിട്ടാനായിട്ട് സമയം എടുക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ജോബ് ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, റൈറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് നമ്മൾ തിരഞ്ഞെടുത്തുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മളുടെ പഴയ പല ഇന്റർവ്യൂസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറയുന്ന MBA പോലത്തെ കോഴ്സുകൾ അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള മാനേജ്മെന്റ് കോഴ്സുകൾ, ഇങ്ങനത്തെ കോഴ്സുകൾക്ക് നമ്മൾ പോകരുത് എന്ന് കുട്ടികൾ പലപ്പോഴും പറയാറുള്ളതാണ്. കാരണം അത് ബേസിക്കലി ഈ സായിപ്പും അല്ലെങ്കിൽ വെള്ളക്കാര് അവരുടെ ജോലികളാണ്. ആ ജോലി ബേസിക്കലി ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജിൽ വരുന്ന ജോലികളല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഷോർട്ടേജ് ലിസ്റ്റ് നോക്കിയിട്ട് അതിൽ ഏതൊക്കെ പ്രൊഫഷൻസ് ആണ് വരുന്നതെന്ന് നോക്കിയിട്ട് അത് ചൂസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റിസർച്ച് നടത്തണം. അത് നിങ്ങൾക്ക് നമ്മളെ ഗൈഡൻസ് തരാൻ തയ്യാറാണ്. അപ്പം നമ്മളുടെ ഏജൻസിന്ന് പോയ കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടില്ല. അവർക്കൊക്കെ ജോബിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള സേഫ്റ്റി നെറ്റ് നമ്മൾ എല്ലാവർക്കും തരാൻ തയ്യാറാണ്. നിങ്ങൾ എങ്ങനെ കോഴ്സ് ചൂസ് ചെയ്യണം, നല്ല കോഴ്സ് ചൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഷോർട്ടേജ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വിദേശ രാജ്യത്തെ എന്തിനൊക്കെ റിക്വയർമെന്റുകൾ എന്നുള്ളത്. ഒരു പക്ഷേ ഈ ഡാറ്റ അനലിസ്റ്റ് പോലത്തെ ജോലികൾ റിക്വയർമെന്റ് ഇപ്പോഴും ധാരാളം ഉണ്ട്. ഇനി നമ്മളുടെ ഒരു ഹെൽത്ത് കെയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോളജിസ്റ്റ് പോലത്തെ ജോലികൾ റിക്വയർമെന്റ് ഉണ്ട്. നഴ്സിംഗിന് ഇപ്പോഴും റിക്വയർമെന്റുകൾ ധാരാളം വരുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഫീൽഡുകളിലും നമ്മളൊന്ന് ചൂസ് ചെയ്യാവണമെന്ന് മാത്രം. ഫാർമസിക്ക് റിക്വയർമെന്റ് ഉള്ള രാജ്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോ സിവിൽ എഞ്ചിനീയറിംഗ്, അതെ അതെ അതെ, ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡിലേക്ക് വരുന്ന. അപ്പൊ നമ്മള് ഏത് രാജ്യത്തിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് ആ ഷോർട്ടേജ് ലിസ്റ്റ് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോബിന് സാഹചര്യങ്ങളുണ്ട്. ഇനി ഈ രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി എത്തിപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് എന്ന് കരുതുക, അവർക്ക് ബേസിക്കലി ഇനി തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു ഇപ്പൊ UK-ലൊക്കെ ആണെങ്കിൽ 1 വർഷത്തെ കൂടി മാസ്റ്റേഴ്സ് ഡിഗ്രി അവർ എടുക്കാവുന്നതാണ്. അത് വിത്ത് പ്ലേസ്മെന്റിന്റെ ഒരു ഓഫർ കൂടെ കിട്ടുന്നുണ്ട്. 2 വർഷം നമുക്ക് UK-ൽ താമസിക്കാം. നമുക്ക് അറിയാം ഇനി UK-ലത്തെ പുതിയ നിയമപ്രകാരം ഇനി ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി അവിടെ ഓൾറെഡി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുമ്പോൾ അവർക്ക് സ്റ്റേ ബാക്ക് ഉണ്ടായിരിക്കില്ല. അവരുടെ ഓൾറെഡി സ്റ്റേ ബാക്ക് ഒരു യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഒരു മാസ്റ്റേഴ്സ് വിത്ത് പ്ലേസ്മെന്റ് എടുക്കാം, 2 വർഷത്തെ കോഴ്സ് എടുക്കാം. അപ്പൊ ആ കോഴ്സ് എടുക്കുന്ന സമയത്ത് ചൂസ് ചെയ്തിട്ട് നമ്മൾ ഈ റൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നല്ല ഓപ്പർച്യൂണിറ്റിക്ക് എത്താൻ പറ്റും. ഇതിൽ തന്നെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ ഈ പറയുന്ന ഷോർട്ടേജ് സ്കില്ലിന്റെ അർത്ഥം എന്ന് പറഞ്ഞെങ്കിൽ ആ രാജ്യത്തേക്ക് ആവശ്യമുള്ള ഷോർട്ടേജ് ആയിട്ടുള്ള ജോലികൾ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലരും ഈ ഉദ്ദേശിക്കുന്ന കെയർ ഹോംസിലൊക്കെയുള്ള ജോലിക്ക് പോകുന്ന ഒരു സീനിയർ കെയറിന്റെ പൊസിഷൻസ് അല്ലെങ്കിൽ കെയറേഴ്സ് എന്നുള്ള അങ്ങനത്തെ ജോലിയല്ല, കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ജോലികൾ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റണം. ഞാൻ എവിടെയോ കേട്ട പോലെ തന്നെ ഈ ബംഗാളികൾ കേരളത്തിലേക്ക് വരുന്ന പോലെ നമ്മൾ ഈ പറയുന്ന UK-ലേക്ക് പോകണം, ഓസ്ട്രേലിയക്ക് പോകണം എന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു ഡിഗ്നിറ്റി ഉള്ള ജോബിനായിട്ട് പോകാനായിട്ട്, എസ്പെഷ്യലി ഈ പറഞ്ഞ ഡാറ്റ അനലിസ്റ്റ് പോലത്തെ പോസ്റ്റുകളൊന്നും പോലത്തെ കോഴ്സിൽ അത്രമാത്രം അവൈലബിലിറ്റി അവിടെ ഇല്ലാത്ത അങ്ങനത്തെ കോഴ്സുകൾക്ക് നമ്മൾ പോകണം. നഴ്സിംഗ് കോഴ്സുകൾക്ക് നമ്മൾ പോകണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് പോലത്തെ കോഴ്സുകൾക്ക് പോകണം. സോഷ്യൽ വർക്ക്, അതെ, ഇങ്ങനത്തെ കോഴ്സുകൾ നമുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആപ്റ്റ്
ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അത് ഒരുപക്ഷെ ഓസ്ട്രേലിയ ആയിരിക്കാം, ന്യൂസിലാൻഡ് ആയിരിക്കാം, US-ലായിരിക്കാം, അയർലൻഡിലെ ഓപ്ഷൻസ് ഉണ്ട്, ജർമ്മനിയിലെ ഓപ്ഷൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഓപ്ഷൻസ്. UK-ലും ഓപ്ഷൻസ് ഉണ്ട്. UK-ൽ പോയിട്ടുള്ള എല്ലാവരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊന്നുമല്ല. അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ നാട്ടിലേക്ക് വന്നിട്ട് UK ശരിയില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നതാണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. സൈക്കോളജിയിൽ പോയ കുട്ടികൾ നമുക്ക് അപ്പോൾ ഇത് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ 2026 വിദേശ പഠനം പോകരുത് എന്ന് പറഞ്ഞാലും കൂടുതലായിട്ട് 2026 നിങ്ങൾ വിദേശ വിദ്യാഭ്യാസം പോകുന്ന സമയത്ത് കുറച്ചും കൂടി അതിന്റെ ഫാക്ട്സ് അനലൈസ് ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ള കോളേജുകളിൽ റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ യുവർ ഫ്യൂച്ചർ വിൽ ബി ഓൾവേസ് ബ്രൈറ്റ്. വെരി ഗുഡ്.